അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന മഷി അത് നജസാണോ അല്ലെങ്കിൽ അത് ഉളൂ ശരിയാവുമോ എന്നുള്ള ചോദ്യമാണ്. അതുപോലെ ഇത് കയ്യിലിരിക്കെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുമോ എന്നുള്ളതാണ്. ഈ ഒരു മഷി ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റും ആസിഡും അതുപോലെ തന്നെ ഒരു വയലറ്റ് നിറത്തിന് വേണ്ടിയിട്ട് ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു മഷി അവർ തയ്യാറാക്കുന്നത്. അതിൽ നജസ്സുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നജസ്സുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നജസ്സല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ നിസ്കാരം സ്വഹീഹാകുമോ, തൊലി വെള്ളം ചേരുമോ എന്നുള്ളതിന് മഷി അല്ലെങ്കിൽ മൈലാഞ്ചിയൊക്കെ എന്ന് പറയുന്നത് അത് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു കട്ടിയുള്ളതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചുരണ്ടി നോക്കിയാൽ തൊലിയിൽ നിന്നും അടർന്നു പോരുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് തൊലിയിലേക്ക് അല്ലെങ്കിൽ വെള്ളം ചേരുന്നതിനെ തടയുന്നതിന് വെള്ളം ചേരുന്നതിനെ തടസ്സമാകുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മഷി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ വരക്കുന്ന സമയത്ത് അത് കയ്യിന് ഉള്ളിലേക്ക് അല്ലെങ്കിൽ തൊലിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ഈ മഷിയുള്ളത്. അതുപോലെ തന്നെ ഈ മഷി ദിവസങ്ങളോളം സൂക്ഷിക്കപ്പെടുന്നുമുണ്ട്. ഇത് പിന്നീട് പുതിയ കോശങ്ങൾ വരുന്ന സമയത്ത് പുതിയ കോശങ്ങൾ വളർന്നതിന് ശേഷമാണ് ഈ മഷി നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കട്ടിയുള്ളതായിട്ട് അതല്ലെങ്കിൽ നമ്മൾ ചുരണ്ടി നോക്കുമ്പോൾ ഇളകിപ്പോരുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉളൂവിനോ നിസ്കരിക്കുന്നതിനോ തടസ്സമാകുന്ന രീതിയിലുള്ള ഒന്നല്ല ഈ നമ്മുടെ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന മഷി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.